റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF-ലേക്കുള്ള ക്ഷണം നേതാക്കൾ നിർത്തണമെന്ന് കേരള കോൺഗ്രസ് എം. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടും എന്തിനാണ് വിളിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. കേരള കോൺഗ്രസിന്റെ അടിത്തറ ഭദ്രമാണെന്നതിന് തെളിവാണ് UDF നേതാക്കളുടെ ക്ഷണം. ക്രിസ്ത്യൻ വോട്ട് LDF-നെ കൈവിട്ടുവെന്ന പ്രചരണം തെറ്റാണെന്ന് നേതൃത്വം. ജോസ് കെ മാണി ഏത് സീറ്റിൽ മത്സരിക്കുമെന്നത് സീറ്റ് ചർച്ച കഴിഞ്ഞ് തീരുമാനിക്കുമെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. കേരള കോൺഗ്രസ് എമ്മിന് അടിത്തറയുണ്ടെന്ന് ബോധ്യപ്പെട്ട നേതാക്കളാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ആ നിലയിൽ അവരവരുടെ അഭിപ്രായം പറയുന്നു. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ ക്ഷണം നിർത്തേണ്ട സമയമായില്ലേ? ഞങ്ങളില്ല എന്നാ നിങ്ങൾ അറിയിച്ചല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവർ നിർത്തേണ്ടതാണ്. കേരള കോൺഗ്രസ് എം ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുണ്ട്. അതൊക്കെ ക്രിസ്ത്യൻ മേഖലയാണ്. അങ്ങനെ പൂർണ്ണമായി നമുക്ക് തള്ളാൻ കഴിയുമോ? അത് നമ്മൾ സീറ്റ് ചർച്ചയെല്ലാം കഴിഞ്ഞ് മുന്നണിയിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമല്ലേ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ച നടക്കൂ. അതിനൊന്നും സമയമായില്ല. ആ സമയമാകുമ്പോൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, UDF-ന്റെ മുന്നണി വിപുലീകരണ സാധ്യത ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുൻനിർത്തിയുള്ള സാധ്യതയും നീക്കവും അടയുകയാണോ? ഇന്ന് നേരത്തെ ജോസ് കെ മാണി പറഞ്ഞു, ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് തന്നെ പറയുന്നു, അളിയൻ ഈ വീട്ടിൽ ഇനി വീണ്ടും ഈ അലുവ കൊണ്ടുവരരുത് എന്ന മട്ടിലാണ്. ഇനി ഞങ്ങളെ വീണ്ടും ക്ഷണിച്ചു ഉപദ്രവിക്കരുത് എന്നാണോ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം പറയുന്നത്? റഹീസ് റഷീദ്. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇല്ല 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 എന്ന് പറഞ്ഞതല്ല, പിന്നാലെ നടന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത് എന്നതാണ് അവരുടെ ഓഫീസ് ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറയുന്നത്. പാർട്ടി അക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും LDF വിട്ട് UDF-ലേക്ക് ഇല്ല എന്ന തീരുമാനം അവരുടെ നേതൃത്വം ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരുന്നോ, നിങ്ങൾക്ക് അത് തരാം, ആന തരാം, ചേന തരാം, ചെമ്പ് തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കണമെന്ന് സഹികെട്ട് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ നേതൃത്വം പറയുകയാണ്. ഇത് കോൺഗ്രസും ലീഗ് നേതൃത്വവും മുഖവിലക്കെടുക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഒപ്പം അവർ പറയുന്ന രാഷ്ട്രീയമായി പറയുന്ന കാര്യമുണ്ട്, ഒരടിത്തറയും ഒരു ക്രിസ്ത്യൻ വോട്ടും UDF-ന് അനുകൂലമായി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റിൽ ഒറ്റയ്ക്ക് കേരള കോൺഗ്രസ് എം ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മറിയണമായിരുന്നു എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. മറ്റൊന്ന്, എവിടെയാണ് ജോസ് കെ മാണി മത്സരിക്കുക? പൂഞ്ഞാറാണോ അല്ല കടുത്തുരുത്തിയാണോ പാലയിലാണോ എന്ന ചോദ്യത്തിന് അത് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ മാത്രം തീരുമാനിക്കുന്ന കാര്യമെന്നാണ് സ്റ്റീഫൻ ജോർജിന്റെ മറുപടി. അതായത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു തീരുമാനം കൂടി അവർ എടുത്തിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അരുൺകുമാർ, ക്ഷണം നിർത്തണമെന്നാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്.